ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാർ, ഫസ്റ്റ് എന്താണ് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. ശരത്കാലമായപ്പോഴേക്കും എൻ്റെ വീട്ടിലേക്ക് മനസ്സ് നിറയെ ആഹ്ലാദം നിറഞ്ഞ ഓർമ്മകളുമായി ഞാൻ തിരിച്ചു വന്നു. വടക്കൻ ദേശത്തെ എൻ്റെ സന്ദർശനം എന്നിൽ നിരവധി സമ്പന്നവും വ്യത്യസ്തയാർന്നതുമായ അനുഭവങ്ങൾ നിറച്ചിരുന്നു. എല്ലാറ്റിൻ്റെയും ആരംഭം അതാണ് എനിക്കെന്ന് തോന്നി. എൻ്റെ കാൽക്കീഴിലുണ്ടായിരുന്ന ഒരു പുതിയ മനോഹരമായ ലോകത്തിലെ അക്ഷയഖനികളായിരുന്നു. ഓരോ നിമിഷവും എന്നിൽ ആഹ്ലാദവും അറിവും നിറച്ചിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളിലും സ്വയം മുഴുകി ഒരു നിമിഷം പോലും ഞാൻ വെറുതെ ഇരുന്നില്ല. ഒരു കൊച്ചു ദിനത്തിലെ ജീവിതം കൊണ്ടൊരു ജന്മത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർക്കുന്ന പ്രാണികളെ പോലെയായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ കയ്യിൽ സ്പെല്ലിംഗ് എഴുതിക്കൊണ്ട് എന്നോട് സംസാരിച്ച നിരവധി ആളുകളെ ഞാൻ കണ്ടുമുട്ടി. അതിനുമപ്പുറം ഒരു അത്ഭുതം തന്നെ സംഭവിച്ചു. എൻ്റെ മനസ്സിനും മറ്റുള്ളവരുടെ മനസ്സുകൾക്കുമിടയിലുണ്ടായിരുന്ന തരിശായ പ്രദേശം റോസാ ചെടി പോലെ പുഷ്പിച്ചു. എൻ്റെ ജീവിതകഥ ഹെലൻ കെല്ലർ. അപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ എൻ്റെ ജീവിതകഥയിലെ ഒരു ഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഹെലൻ കെല്ലർ വീട്ടിലേക്ക് തിരിച്ചു വന്നത് എങ്ങനെയായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രയാസം നിറഞ്ഞ ചിന്തകളുമായി, ദുഃഖം നിറഞ്ഞ ഓർമ്മകളുമായി, ആഹ്ലാദം നിറഞ്ഞ ഓർമ്മകളുമായി, സഹാനുഭൂതി നിറഞ്ഞ ഓർമ്മകളുമായി. ഏതാണ് കൂട്ടുകാരെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? സി ആണല്ലേ ആൻസർ. എന്താണ്? ആഹ്ലാദം നിറഞ്ഞ ഓർമ്മകളുമായി. ആൻസർ ആഹ്ലാദം നിറഞ്ഞ ഓർമ്മകളുമായി. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി, ആഹ്ലാദം നിറഞ്ഞ ഓർമ്മകളുമായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹെലൻ കെല്ലറുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിച്ച സംഭവം ഏതാണ്? ഓപ്ഷൻ എ, അവരുടെയും മറ്റുള്ളവരുടെയും മനസ്സുകൾക്കിടയിലുണ്ടായിരുന്ന തനിശായ പ്രദേശം റോസാ ചെടി പോലെ പുഷ്പിച്ചു. ബി നോക്കൂ, അവരോട് സംസാരിച്ച നിരവധി ആളുകളെ കണ്ടുമുട്ടി. അവർ എല്ലാ കാര്യങ്ങളിലും സ്വയം മുഴുകി. ഓരോ നിമിഷവും അവരിൽ ആഹ്ലാദം നിറച്ചത്. അപ്പോൾ ഇതിൽ ഏതാ കൂട്ടുകാരെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? അതെ, എന്താണ്? അവർ അവരുടെയും മറ്റുള്ളവരുടെയും മനസ്സുകൾക്കുണ്ടായിരുന്ന തരിശായ പ്രദേശം എന്താണ്? നോക്കൂ, റോസാ ചെടി പോലെ പുഷ്പിച്ചു എന്നതാണ് അല്ലേ. അവർ ഹെലൻ കെല്ലറുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിച്ച സംഭവം എന്താണ്? അവരുടെയും മറ്റുള്ളവരുടെയും മനസ്സുകൾക്കിടയിൽ ഉണ്ടായിരുന്ന തരിശായ പ്രദേശം റോസാ ചെടി പോലെ പുഷ്പിച്ചു. താഴെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, ഒരു കാര്യവും ഞാൻ സ്വന്തമായി ചെയ്തില്ല. 2, ഓരോ നിമിഷവും എന്നിൽ ആഹ്ലാദവും അറിവും നിറച്ചു. ഇനി ഓപ്ഷൻ എ നോക്കാം. 1 ശരി, ബി 2 ശരി, സി 2ഉം ശരി, ഡി 2ഉം തെറ്റ്. അപ്പൊ ഇതിൽ ഏതാണ് ശരി എന്നാണ് നമ്മൾ എഴുതേണ്ടതല്ലേ. അപ്പോൾ 1 ശരി, 2 ശരി, 2ഉം ശരി, 2 തെറ്റ്. ഇതിൽ ഏതാണ് കൂട്ടുകാരെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? അതെ, 2ഉം ശരി എന്നുള്ളതാണ് അല്ലേ. എന്താണ്? 2 ശരി. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി, 2ഉം ശരി. ഓക്കെ, ഇതിൽ 4ാമത്തെ ചോദ്യം നോക്കാം. ഒരു കൊച്ചു ദിനത്തിലെ ജീവിതം കൊണ്ട് ഒരു ജന്മത്തിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർക്കുന്ന പ്രാണികളെ പോലെയായി എൻ്റെ ജീവിതം. ഒരു നിമിഷവും ഞാൻ വെറുതെ ഇരുന്നില്ല. മുകളിൽ കൊടുത്ത പ്രസ്താവനകളുമായി ബന്ധപ്പെട്ടത് ശരിയായതേത്? 1 ശരിയല്ല, 2 ശരിയല്ല, സി 1ന്റെ കാരണം 2 ആണ്, 1ന്റെ കാരണം 2 അല്ല. അപ്പൊ ഇതിൽ ഏതാ കൂട്ടുകാരെ ശരി? അതെ, 1ന്റെ കാരണം എന്താണ്? 2 ആണ് എന്നുള്ളതാണല്ലോ. 1ന്റെ കാരണം 2 ആണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2, പോസ്റ്റർ. ക്വസ്റ്റ്യൻ നോക്കൂ. ഓണാഘോഷത്തോടനുബന്ധിച്ച് നിങ്ങളുടെ ക്ലാസ് മനസ്സ് തുറക്കാം എന്ന യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ പഠനോത്സവത്തിന്റെ പോസ്റ്റർ തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് നിങ്ങളുടെ ക്ലാസ് മനസ്സ് തുറക്കാം എന്ന യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ പഠനോത്സവത്തിന്റെ പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനോഹരമായ ചിത്രങ്ങളൊക്കെ വരച്ച് പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. ഇവിടെ നോക്കൂ, കൊടുത്തിരിക്കുന്നത് പുനത്തിൽ UP സ്കൂൾ എടത്തര. അവിടെ എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതുക. 6ാം ക്ലാസ് എ പഠനോത്സവം. മനസ്സ് തുറക്കാം എന്ന യൂണിറ്റിലെ പ്രവർത്തനങ്ങളുടെ അവതരണം ഓഗസ്റ്റ് 16. 6ാം ക്ലാസ് എയിൽ മുഴുവൻ രക്ഷിതാക്കൾക്കും സ്വാഗതം. അപ്പം ഇതുപോലെ എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു മനോഹരമായൊരു പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കാം. എ കോളത്തിൽ നൽകിയ പഴഞ്ചൊല്ലിന്റെ ആശയം ബി കോളത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക. നോക്കൂ, ഗതി കെട്ടാൽ പുലി പുല്ല് തിന്നും. അപ്പൊ ബി നോക്കാം നമുക്ക്. പണ്ടത്തെ കരുത്ത് ഇപ്പോഴില്ല, ഒരിക്കലും ചെയ്യരുതാത്ത കാര്യം
ഗതികേട് കൊണ്ട് ചെയ്തു പോവുക, പരിചിതമായതിനോട് താല്പര്യമില്ലാത്ത അവസ്ഥ, ഒരു കാരണവും കൂടാതെ പരാതിപ്പെടുന്നവർക്ക് ഒരു കാരണം കിട്ടിയാൽ. അപ്പൊ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന ആശയം വരുന്നതിൽ ഏതാണ്? അത് നമുക്കറിയാം എന്താണ്, ഒരിക്കലും ചെയ്യരുതാത്ത കാര്യം ഗതികേട് കൊണ്ട് ചെയ്തു പോവുക എന്നതാണ് അല്ലെ. ഒരിക്കലും ചെയ്യരുതാത്ത കാര്യം ഗതികേട് കൊണ്ട് ചെയ്തു പോവുക എന്നാണ് ഇത് സെയിം മീനിങ് വരുന്നത് അല്ലെ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് പൊന്തയിലെ ഇലക്കങ്ങൾ ഇലകളെ തള്ളി തുറന്ന് ചിറകടികളായി മാറി. മുകളിൽ നൽകിയ വാക്യത്തിന്റെ ആശയവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ്? മുറ്റത്തെ ചെമ്പരത്തി പടർപ്പിനുള്ളിൽ പക്ഷികൾ മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഓപ്ഷൻ ബി, കയ്യിലൊരു ചെടിക്കൊമ്പ് പിടിച്ച് ചന്ദനു ചെമ്പരത്തി പൊന്തയിലേക്ക് നോക്കി അനങ്ങാതെ നിന്നു. ശാന്തനു കണ്ട പക്ഷികളുടെ കണ്ണും ചുണ്ടും തൂവലുകളും അതിമനോഹരമായിരുന്നു. ശാന്തനു എല്ലാ പക്ഷികളെയും ശ്രദ്ധയോടെ പിന്തുടർന്നിരുന്നു. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? നോക്കൂ, പെട്ടെന്ന് പൊന്തയിലെ ഇലക്കങ്ങൾ ഇലകളെ തള്ളി തുറന്ന് ചിറകടികളായി മാറി. അപ്പൊ മുകളിൽ നൽകിയ വാക്യത്തിന്റെ ആശയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിലേതാണ് റൈറ്റ് ആൻസർ? അതേ, മുറ്റത്തെ ചെമ്പരത്തി പടർപ്പിനുള്ളിൽ പക്ഷികൾ മറഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. അതായത് ആൻസർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 3. മാതൃഭാഷയുടെ സവിശേഷത വ്യക്തമാക്കുന്ന തെന്നാലിരാമൻ കഥയെ പരിചയപ്പെടുത്തി കൂട്ടുകാരന് ഒരു കത്ത് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരന് ഒരു കത്ത് തയ്യാറാക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കത്തിൻ്റെ ഒരു ഫോർമാറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു സ്ഥലം കോർണറിലായിട്ട് സ്ഥലം, തീയതി എഴുതാം. എഴുതാം, പ്രിയ ധനുഷ്, അവധിക്കാലത്തിന് ശേഷം നിനക്കൊരു കത്തെഴുതണമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. ഇപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ എഴുതാമെന്ന് കരുതി. ഞങ്ങൾക്ക് പുതിയ മലയാള പാഠപുസ്തകം കിട്ടി. 6ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം നിനക്കു കിട്ടി എന്ന് കരുതുന്നു. പുതിയ പാഠപുസ്തകത്തിലെ രസിപ്പിക്കുന്ന ഒരു കഥയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഇതിലെ ആദ്യ കഥ തെന്നാലിരാമൻ കഥയാണ്. കൃഷ്ണദേവരായർ എന്ന രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയ ഒരാൾ തനിക്ക് നിരവധി ഭാഷകൾ അറിയാമെന്നും അതിലേതാണ് എന്റെ മാതൃഭാഷ കണ്ടെത്താനാവുമോ സഭയിലെ വിദ്വാൻമാർക്ക് എന്ന് ചോദിച്ചു. രാജാവ് വിദ്വാൻമാരെയെല്ലാം വിളിച്ചു വരുത്തി. അവരോടെല്ലാം ഒഴുക്കുള്ള രീതിയിൽ പല ഭാഷകളിൽ അയാൾ സംസാരിച്ചു. ആർക്കും കണ്ടെത്താനായില്ല അയാളുടെ മാതൃഭാഷ. തെന്നാലിരാമനെ രാജാവ് വിളിച്ചു വരുത്തി വിവരമറിയിച്ചു. തെന്നാലിരാമന്റെ വിദ്വാന്റെ അടുത്തെത്തി. അയാൾ അറിയാത്ത തന്റെ കാലുകൊണ്ട് അയാളുടെ കാൽവിരൽ അമർത്തി ചവിട്ടി. ഉടനെ അയാൾ സ്വന്തം മാതൃഭാഷയിൽ നിലവിളിക്കാൻ തുടങ്ങി. ഇതോടെ രാജാവിന് സംഗതി പിടികിട്ടി. തലയിൽ തേങ്ങ വന്നു വീണൽ നിലവിളിക്കുക മാതൃഭാഷയിലാവുന്നത് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കാൻ മാതൃഭാഷ തന്നെ വേണം. പുതിയ പുസ്തകം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിനക്കോ? എല്ലാ വിവരത്തിനും കത്തയക്കുക. വീട്ടിലെല്ലാവരോടും എന്റെ സ്നേഹം അറിയിക്കുക. സന്തോഷത്തോടെ. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും അഡ്രസ്സും അവിടെ എഴുതാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് ഇതുപോലൊരു കത്ത് തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കുറിപ്പാണ് അല്ലെ. ഹൃദയത്തിന്റെ ഭാഷ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആണ് എന്ന നോവലിലെ ഒരു ഭാഗം വായിക്കൂ. അബ്ദുൾ ഖാദർ സ്കൂൾ മാസ്റ്ററായിരുന്നു. വലിയ വ്യാകരണക്കാരനും. പണ്ടൊരിക്കൽ അവൻ ഉമ്മയോട് പറഞ്ഞു, മാതാവേ, കുറച്ച് ശുദ്ധജലം തന്നാലും. അന്ന് ഉമ്മ ചോറ് വിളമ്പുന്ന വലിയ തവി കൊണ്ട് തല്ലി ബാപ്പ അവനെ ആശ്വസിപ്പിച്ചു. നീ അങ്ങനെ പറഞ്ഞാൽ മതിയടാ, നീ എന്നെ എന്തെന്ന് വിളിക്കും പിതാവെന്ന്. അത് കേട്ടപ്പോൾ തവി കൊണ്ട് ഉമ്മ ഒന്നുകൂടി കൊടുത്തു. പിന്നെ അവൻ ഉമ്മയെന്നും ബാപ്പയെന്നുമേ വിളിച്ചിരുന്നുള്ളൂ. ഈ ഭാഗം വായിച്ചപ്പോൾ നിങ്ങളിലുണ്ടായ ചിന്തകൾ കുറിപ്പായി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു കുറിപ്പല്ലേ, നമുക്ക് എന്തൊക്കെയാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഹൃദയത്തിന്റെ ഭാഷ എന്ന ഭാഗം വായിച്ചപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചുപോയി. നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ വേറെ തന്നെയല്ലേ. അത് മാറുമ്പോൾ അച്ചടി ഭാഷയിൽ സംസാരിക്കുമ്പോൾ വീട്ടുകാരുമായി അകൽച്ച ഉണ്ടെന്ന് തോന്നും. അമ്മയെ വിളിക്കുമ്പോൾ ആദ്യം നാം അമ്മ എന്ന് വിളിച്ചു വീണ്ടും വിളിക്കുമ്പോൾ ആ എന്നേ വരൂ. അമ്മയും നമ്മളെ വിളിക്കുന്നത് വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കും. അതേപോലെ നാടൻ സംസാര രീതിയാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുക. എന്നാൽ അത് കേൾക്കുന്നവർക്ക് ഹൃദ്യമായ അനുഭവമായി മാറും. അല്ലാത്തതിൽ കൃത്രിമത്വം തോന്നും. നമ്മുടെ ചില അനുഭവങ്ങൾ വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ അത് നീട്ടിയും ചിലയിടത്ത് കുറുക്കിയുമൊക്കെ അവതരിപ്പിക്കും. ചിലപ്പോൾ ചില ആംഗ്യങ്ങൾ മാത്രം മതിയാകും. അത് വീട്ടിൽ മാത്രം സ്വീകരിക്കുന്ന നമ്മുടെ സ്വന്തം ഭാഷയാണ്.
അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഭാഗം വായിച്ചപ്പോൾ നിങ്ങളിൽ ഉണ്ടായ ചിന്തകൾ എന്ത് ചെയ്യുക, ഒരു കുറിപ്പായിട്ട് എഴുതുക. ഓക്കെ, ദെൻ പ്രവർത്തനം 4 ആസ്വാദന കുറിപ്പാണ് സ്നേഹമഴ. മഴവില്ലിന്റെ താളത്തിൽ ബാലത്ത് നൃത്തമാടി തുള്ളിയായി വന്ന് തടുത്തു വീഴും മഴ. താളത്തിൽ വീഴുമ്പോൾ തുമ്പികളാടും പാടും ചെറിയ കുഴികളിൽ കുതിച്ചു തുള്ളും കുഞ്ഞുതിരകൾ. പുസ്തകവും കുടയും സ്കൂളിലേക്കുള്ള യാത്രയിൽ മഴ പറഞ്ഞ കഥകളൊക്കെ മനസ്സിൽ പകർത്തിയെടുക്കുന്നു. മണ്ണിൽ നന്മയായി അക്ഷരമഴയായി കൂട്ടരൊത്തു നനയവേ സ്നേഹം മുളയ്ക്കുന്ന പതിയെ. സൻഹ. അപ്പൊ സൻഹ എഴുതിയ സ്നേഹമഴ എന്ന കവിതയാണല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ കവിതയ്ക്ക് നമ്മളോട് ആസ്വാദന കുറിപ്പ് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. സൻഹ എഴുതിയ മനോഹരമായ ഒരു കവിതയാണ് സ്നേഹമഴ. എങ്ങനെയാണ് സ്നേഹമായി അനുഭവപ്പെടുന്നത് എന്നാണ് ഈ കവിതയിലൂടെ സനഹ എന്ന എഴുത്തുകാരി പറയാൻ ശ്രമിക്കുന്നത്. മഴവില്ലിന്റെ താളത്തോടെ മാനത്ത് നൃത്തമാടിക്കൊണ്ട് തുള്ളിത്തുള്ളിയായി മഴ വീഴുന്നത്. മഴ താളത്തിൽ പതിക്കുമ്പോൾ സന്തോഷിക്കുന്നവരാണ് തുമ്പികൾ. ആ നേരത്ത് അവ ആടുകയും പാടുകയും ചെയ്യുന്നു. മഴത്തുള്ളികളിൽ ചെറിയ കുഴികളിൽ പതിക്കുമ്പോൾ കുതിച്ചു തുള്ളുന്ന കുഞ്ഞു കുതിരകളെ പോലെ തോന്നുന്നു എന്നാണ് സനഹ പറയുന്നത്. പുസ്തകവും കുടയുമായി കൂട്ടുകാരന്റെ കൂടെ സ്കൂളിലേക്കുള്ള യാത്ര പലതരത്തിലുള്ള മഴയനുഭവങ്ങളാണ് നൽകുന്നത്. ആ നേരത്ത് മഴ പറഞ്ഞ കഥകളെല്ലാം മനസ്സിൽ പകർത്തി വെക്കുന്നു. മണ്ണിൽ നന്മയായി പെയ്യുന്ന അക്ഷരമഴയെയും കൂട്ടുകാരുമൊത്ത് മഴ നനയുമ്പോൾ ലഭിക്കുന്ന ആ സ്നേഹമഴയെയും ഈ കവിതയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. പ്രയോഗഭംഗികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിതയാണിത്. മഴവില്ലിന്റെ താളം, മാനത്ത് നൃത്തമാടുന്ന മഴ, താളത്തിൽ വീഴുന്ന മഴ, കുഴികളിൽ കുതിച്ചുയരുന്ന കുഞ്ഞുതിരകൾ, ഇതുപോലെ ഒട്ടേറെ ഉദാഹരണങ്ങൾ ഇവിടെ കാണാം. സ്കൂളിൽ പോകുന്ന അവസരങ്ങളിൽ മഴ പറയുന്ന കഥകളെ കുറിച്ച് എഴുത്തുകാരി സൂചിപ്പിക്കുന്നു. അക്ഷരങ്ങൾ ചേർന്ന് മലയാളത്തിൽ നന്മ വിരിയിച്ച കഥകളും ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. കൂട്ടുകാരുമൊത്ത് മഴ നനയുമ്പോൾ സ്നേഹമഴയായി പരസ്പരം സ്നേഹം പങ്കുവെച്ചുകൊണ്ട് മഴയിൽ ആടിപ്പാടുന്ന കഥ നമ്മൾക്കായി കവയിത്രി സനഹ പറഞ്ഞു തരുന്നു. മഴ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നൽകുന്നത്. അത്തരം ഒരു അനുഭവത്തിന്റെ അത് എങ്ങനെയാണ് സ്നേഹമഴയായി മാറുന്നതെന്ന് നമ്മെ മനസ്സിലാക്കാൻ ഈ രചന കൊണ്ട് സാധ്യമാകുന്നു. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളും എന്ത് ചെയ്യുക, കവിതയ്ക്കൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അല്ലെങ്കിൽ നോക്കൂ, മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖനത്തിൽ പരിസ്ഥിതി നിലനിൽക്കുന്നത് മാതൃഭാഷയിൽ തന്നെയാണ് എന്ന് ഡോക്ടർ വത്സരൻ മാതുശ്ശേരി ഊന്നി പറയുന്നുണ്ട്. പാഠഭാഗത്തെ ആശയങ്ങളും നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളും ഉൾപ്പെടുത്തി എന്ത് ചെയ്യുക, ഈ വിഷയത്തില് ലഘു ഉപന്യാസം തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ എന്താ എഴുതേണ്ടത്, ഉപന്യാസമാണല്ലേ. വിഷയം എന്താണ്, മാതൃഭാഷയും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ചുറ്റുപാടിനും സമൂഹം ഭാഷയിൽ പുതിയ പദങ്ങളെ ഉണ്ടാക്കുന്നതിലും വളർത്തുന്നതിലും കാര്യമായ പങ്ക് വഹിച്ചിരുന്നു. അതേപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള മരങ്ങളും മറ്റും നശിച്ചു പോകുന്നതും ഇല്ലാതായി പോകുന്നതും നമ്മുടെ ഭാഷയെ നന്നായി ബാധിക്കുന്നു. മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖനത്തിൽ ഡോക്ടർ വത്സലൻ മാതുശ്ശേരി തെങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഇവ ഉദാഹരിക്കുന്നുണ്ട്. തെങ്ങു കൃഷി കുറഞ്ഞു പോകുന്നതോടെ അതുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഉപയോഗിക്കാതെ വരുന്നു. അതുമാത്രമല്ല, ഈ വാക്കുകൾക്ക് തുല്യമായ വാക്കുകൾ മറ്റൊരു ഭാഷയിൽ ഉണ്ടാക്കാനും സാധ്യതയില്ല. നമ്മുടെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള അറിവുകളും പഴയ തലമുറയ്ക്കേ ഉള്ളൂ. ആ തലമുറ ഇല്ലാതാകുന്നതോടെ ചെടികളെ കുറിച്ചും അറിവ് ഇല്ലാതാകുന്നു. ആ ചെടികളെ അറിയാതെ ഇത് നശിപ്പിച്ചു കളയുന്നു. മാതൃഭാഷകൾ പലപ്പോഴും പ്രകൃതിയെ വർണ്ണിക്കാനും അതിനോട് വൈകാരികമായി ബന്ധപ്പെടാനും സഹായിക്കുന്ന പദസമ്പത്ത് ഉൾക്കൊള്ളുന്നു. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക കാറ്റിന്റെ പേര്, മഴയുടെ തരം, ഒരു പൂവിന്റെ പ്രാദേശിക നാമം എന്നിവയെല്ലാം പ്രകൃതിയുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഈ പദങ്ങൾ അന്യം നിന്നു പോകുമ്പോൾ ആളുകൾക്ക് പ്രകൃതിയോടുള്ള വൈകാരികമായ അടുപ്പം നഷ്ടപ്പെടുകയും അത് പ്രകൃതി ചൂഷണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. സ്വന്തം മണ്ണിനെയും അതിലെ ജീവജാലങ്ങളുടെയും അവയുടെ തനത് പേരുകളിൽ വിളിക്കാൻ കഴിയാതെ വരുമ്പോൾ പ്രകൃതി വെറും ഒരു ഉപഭോഗ വസ്തുവായി മാറിയേക്കാം. മാതൃഭാഷകൾക്ക് ശോഷണം സംഭവിക്കുമ്പോൾ പ്രാദേശിക സമൂഹങ്ങളുടെ പരമ്പരാഗത ജീവിത ശൈലികളിൽ മാറ്റം വരുന്നു. ഇത് പലപ്പോഴും ആധുനികവൽക്കരണത്തിന്റെയും അമിത ഉപഭോഗത്തിന്റെയും പാതയിലേക്ക് അവരെ നയിക്കുന്നു. പ്രകൃതി വിഭവങ്ങളെ സുസ്ഥിരമായി ഉപയോഗിക്കാനുള്ള പരമ്പരാഗത അറിവുകൾ നഷ്ടപ്പെടുകയും അത് അമിത ചൂഷണത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും. കൂടാതെ ഭാഷാപരമായ വൈവിധ്യം നഷ്ടപ്പെടുന്നതിലൂടെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങൾക്കും പരിഹാരങ്ങൾക്കും ഒരേയൊരു വീക്ഷണം മാത്രം വരികയും പ്രാദേശിക സമൂഹങ്ങളുടെ ശബ്ദം ഇല്ലാതാവുകയും ചെയ്യാം. ഭാഷകൾ പുതിയ ആശയങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും ജന്മം നൽകുന്നു.
ഒരു ഭാഷയുടെ ശോഷണം എന്നത് പരിസ്ഥിതി സംബന്ധമായ വെല്ലുവിളികൾക്ക് പുതിയ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുന്നു. തനതായ ചിന്താരീതികളും സമീപനങ്ങളും നഷ്ടപ്പെടുമ്പോൾ ആഗോളതലത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഏകീകൃതമായ പരിഹാരങ്ങൾ മാത്രം ആശ്രയിക്കേണ്ടി വരും. ഇത് എല്ലായ്പ്പോഴും ഫലപ്രദമാകണമെന്നില്ല. ചുരുക്കത്തിൽ മാതൃഭാഷയുടെ ശോഷിപ്പ് എന്നത് നമ്മുടെ പ്രകൃതിയുടെ സമ്പന്നതയ്ക്കും സുസ്ഥിരമായ നിലനിൽപ്പിനും വലിയ വെല്ലുവിളിയായി ഉയർത്തുന്നത്. ഭാഷകളെ സംരക്ഷിക്കുന്നത് ഭൂമിയെ സംരക്ഷിക്കുന്നതിന് തുല്യമെന്ന് തിരിച്ചറിഞ്ഞ് ഭാഷാ വൈവിധ്യം നിലനിർത്താൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാകണം. ഭാഷാപരമായ വൈവിധ്യം നിലനിർത്തുന്നതിലൂടെ മാത്രമേ പ്രകൃതിയുമായി ആരോഗ്യകരമായ ഒരു ബന്ധം തുടരാനും നമ്മുടെ ഭൂമിയും വരും തലമുറകൾക്കായി സംരക്ഷിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു ഉപന്യാസമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വിശദീകരിച്ച് ഇതുപോലെ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എഴുതി എന്ത് ചെയ്യുക? ഉപന്യാസം തയ്യാറാക്കുക. ഓക്കെ, ദെൻ പ്രവർത്തനം 5 വിശകലന കുറിപ്പാണല്ലേ. നമുക്ക് പ്രവർത്തനം 5 നോക്കാം. വിശകലന കുറിപ്പ്. മാധുര്യ ഗുണങ്ങളും അക്ഷര വ്യക്തിയും വേണം. സാധുത്വം പദങ്ങൾക്കു സതതം സംഭവിക്കണം. ബോധിപ്പതിനുള്ള കുശലത്വം അതും വേണം. ബോധമുള്ളവർക്കുള്ളിൽ ബഹുമാനം വരുത്തേണം. പഞ്ചേന്ദ്രമാഖ്യാനം പറയുന്നുണ്ട് കുഞ്ചൻ നമ്പ്യാർ അല്ലേ. അപ്പൊ മുകളിൽ നൽകിയ കവിതാഭാഗം വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതായത് വിശകലന കുറിപ്പാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ആർക്കും പ്രിയമായി പറയാതെ ആർക്കും കുറവുണ്ടാക്കാതെയും സുന്ദരമായി ഭാഷയിലൂടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സാമൂഹിക വിമർശനം നടത്തിയ കവിയാണ് ആര് കൂട്ടുകാരെ? അതെ, കുഞ്ചൻ നമ്പ്യാരല്ലേ. അതായത് ഹാസ്യത്തോടൊപ്പം പ്രാസവും തന്റെ ഭാഷയിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. പറയുന്ന കഥ മെച്ചമാകണമെങ്കിൽ താളവും മേളവും അത്യാവശ്യമായെന്ന് നമ്പ്യാർ ഉറപ്പിക്കുന്നു. അറിവും വിവേകമുള്ളവർക്കിടയിൽ കാവ്യഭാഷയെക്കുറിച്ചും മാതൃഭാഷയെക്കുറിച്ചും ബഹുമാനമുണ്ടാകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് നമ്പ്യാർ സൂചിപ്പിക്കുന്നു. അക്ഷര വ്യക്തതയോടൊപ്പം ചൊല്ലാനും ചിന്തിക്കാനും പുതിയ കണ്ടെത്തലുകളിൽ ഏതാനും സഹായിക്കുന്ന മാധുര്യം ഭാഷയ്ക്കുണ്ടാകണം. രസിപ്പിക്കുന്ന ഭാഷയാണ് മധുരിപ്പിക്കുന്ന ഭാഷ. വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച് പുതിയ അർത്ഥതലങ്ങളിൽ എത്തിച്ചേരാനുള്ള സാധ്യതയും ഭാഷയെ കൂടുതൽ മധുരമുള്ളതാക്കുന്നു, സുന്ദരമാക്കുന്നു. ഏറ്റവും അനുയോജ്യമായ വാക്ക് യോജിച്ച സന്ദർഭങ്ങളിൽ ചേർത്ത് വയ്ക്കുമ്പോഴാണ് സാധുത്വം കൈവരുന്നത്. സൗന്ദര്യമുള്ള കാവ്യഭാഷ എങ്ങനെ വേണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കവി കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു വെച്ചിരുന്നു. ഇങ്ങനെ മാത്രമായാലേ കവിതയാകൂ എന്നല്ല, മറിച്ച് ഈ ഗുണങ്ങളോട് കൂടിയാൽ കവിത മികച്ചതാവാമെന്ന് പറയാതെ പറയുകയാണ് കവി. അപ്പൊ കൂട്ടുകാരി നിങ്ങളും എന്ത് ചെയ്യുക? ഇതുപോലൊരു വിശകലനക്കുറിപ്പ്, കവിതാഭാഗം വിശകലനം ചെയ്തൊരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ദെൻ പ്രവർത്തനം 6 നോക്കാം. വായനാക്കുറിപ്പാണ് അല്ലേ. നിങ്ങൾ വായിച്ച ഏതെങ്കിലും ഒരു കഥയുടെ വായനാക്കുറിപ്പ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ടാവും അല്ലെ കൂട്ടുകാരെ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥയുടെ വായനാക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ ഒരു മാതൃക നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് ഉറൂബിന്റെ വെളുത്ത കുട്ടി. അമ്മയുടെ പ്രിയപ്പെട്ട മകന് ചെകുത്താൻ തട്ടിയെടുത്ത് ചെകുത്താൻ അവനെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു. പക്ഷേ അവന് അമ്മയുടെ അടുത്ത് തന്നെ പോകണമെന്ന് വാശി പിടിക്കുന്നു. ചെകുത്താൻ കുട്ടിയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു. ഇതിനായി ചെകുത്താൻ കുഞ്ഞുമോനെ തനിക്ക് തുല്യ ശക്തിയുള്ളവനാക്കുന്നു. പക്ഷെ ഒരു മത്സരത്തിലും കുഞ്ഞുമോന് വിജയം നേടാനാവുന്നില്ല. ഒടുവിൽ മനുഷ്യന് മാത്രം സാധിക്കുന്ന പുഞ്ചിരിയിലൂടെ ചെകുത്താനെ തോൽപ്പിക്കുന്നു. തുടർന്ന് ചെകുത്താനെ കൊണ്ട് കുഞ്ഞുമോൻ അവന്റെ വീട്ടിലെത്തുന്നു. അവിടെ കുഞ്ഞുമോന്റെ അടിമയായി ചെകുത്താൻ കഴിയുന്നു. മറ്റു ചെകുത്താന്മാർ അടിമയായി ചെകുത്താനെ നിരന്തരം പരിഹസിക്കുന്നു. ചെകുത്താൻ തന്റെ സങ്കടം കുഞ്ഞുമോനെ അറിയിക്കുന്നു. പുഞ്ചിരിക്കാൻ കഴിയുമെങ്കിൽ ചെകുത്താനെ മോചിപ്പിക്കാമെന്ന് കുഞ്ഞുമോൻ ഉറപ്പു നൽകി. എന്നാൽ ചെകുത്താന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്നു. നീണ്ടു വളഞ്ഞ ദംഷ്ട്രകൾ പുഞ്ചിരിക്കുന്നതിന് തടസ്സമായി. അത് പറിച്ചു കളഞ്ഞാൽ അതോടെ ചെകുത്താൻ മരിച്ചു പോകും. ഒടുവിൽ അമ്മയാണ് വഴി കണ്ടുപിടിച്ചത്. ചെകുത്താൻ ചെറിയ കുട്ടിയുടെ രൂപമെടുത്ത് അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കുടിക്കണം. അങ്ങനെ ക്രമത്തിൽ ചെകുത്താന്റെ ദംഷ്ട്രകൾ കൊഴിഞ്ഞുപോയി അവന് പുഞ്ചിരിക്കാനാകും. ചെകുത്താനും ഇത് സമ്മതമായി. അങ്ങനെ ചെകുത്താൻ ചെറിയൊരു കുട്ടിയായി മാറി അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ തുടങ്ങി. കുറച്ചു നാൾക്കകം ദംഷ്ട്രകൾ കൊഴിഞ്ഞ് അവൻ വെളുത്ത് സുന്ദരനായൊരു കുട്ടിയായി മാറി. അമ്മയെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. കുഞ്ഞുമാൻ ചെകുത്താനെ സ്വതന്ത്രനാക്കി. പക്ഷേ അമ്മയുടെ വെളുത്ത കുട്ടിയായി അവിടെ തുടർന്ന് ജീവിക്കാൻ ചെകുത്താൻ തീരുമാനിക്കുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ വായിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥയെക്കുറിച്ചൊരു വായനാക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ, പ്രവർത്തനങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.